പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു ദൈവപുരുഷനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട അനേകം പാഠങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ സ്വീകരിച്ചിരിക്കുന്നത് യോശുവ എന്ന പഴയ നിയമത്തിലെ ദൈവപുരുഷനാണ്. ആ ദൈവപുരുഷനായ യോശുവയെ സംബന്ധിച്ച് ഒരു പ്രധാന പാഠം യോശുവ തന്നെ എഴുതിയ പുസ്തകം 1-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. അതൊരു ചെറുവാക്യത്തിൽ പറയുന്ന പക്ഷം ഐ ഷാൽ ബി വിത്ത് യു. ഇന്നത്തെ നമ്മുടെ ഈ പാഠത്തിന് തലക്കെട്ടായി നമുക്ക് കൊടുക്കാൻ കഴിയും, ദൈവം എന്നോടുകൂടെ. ഗോഡ് ഈസ് വിത്ത് മീ, ഗോഡ് ഈസ് വിത്ത് യു. ദൈവം എന്നോടുകൂടെയുണ്ട്, ദൈവം നിന്നോടുകൂടെയുണ്ട്. അവൻ എപ്പോഴും നിന്നോടുകൂടെ ഇരിക്കും. ഉയർച്ച താഴ്ചകളിൽ, ജീവിതത്തിൻ്റെ ഗതി വിഗതികളിൽ, സന്തോഷ സന്താപ അവസരങ്ങളിൽ, ഏത് അവസരങ്ങളിലായിരുന്നാലും, ഏത് വഴികളിലൂടെ നടന്നു പോകുന്നു എന്നിരുന്നാലും ദൈവം നമ്മോടുകൂടെ ഉണ്ടാവും എന്നുള്ള ആഴമായ ഉറപ്പ് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം പ്രത്യേകമായി നാം ശ്രദ്ധിക്കുന്നു. അതാണ് ഞാൻ ഉദ്ധരിച്ചത്. മോശയോടുകൂടെ ഞാൻ ഇരുന്നു, ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും എന്ന്. ഐ ഷാൽ ബി വിത്ത് യു. ഞാൻ നിന്നെ കൈവിടുകയില്ല. ഐ ഷാൽ നോട്ട് അബാൻഡൻ യു. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഐ ഷാൽ ഹോൾഡ് യു അപ്പ് എന്നാണ്. ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ഷരികമായ അർത്ഥം, ഞാൻ നിൻ്റെ കരം എപ്പോഴും പിടിച്ചുകൊണ്ട് നീ നടക്കുന്ന വഴികളിലൂടെ നിനക്ക് താങ്ങായി, നിനക്ക് നായകനായി, നടത്തിപ്പുകാരനായി എപ്പോഴും കുഞ്ഞെ കൂടെ ഉണ്ടാവും എന്നാണ്. ഇതൊരു ദൈവപുരുഷന് ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ദൈവം ഒരു ദൈവപുരുഷനോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ദൈവം എന്നോടുകൂടെ, ദൈവം നിന്നോടുകൂടെ. ഇത് നമുക്ക് ആഴമായ ഒരു അനുഭവമായി എപ്പോഴും സാക്ഷിക്കുവാൻ കഴിയണം എന്ന് നമ്മൾ പ്രത്യേകം ഗ്രഹിക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരിക്കലും കൈവിടാതെയുള്ള സാന്നിധ്യം, അനസ്യൂതമായ സാന്നിധ്യം, നിരന്തരമായ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നീ എന്ത് ചെയ്യണം, നാം എന്ത് ചെയ്യണം, യോശുവ എന്താണ് ചെയ്തത്, ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കുവാൻ കഴിയും. അവിടെ പ്രധാനമായി പറയുന്നത്, ദൈവവചനം നാം പ്രമാണിച്ച് നടന്നുകൊള്ളണം. ദൈവവചനം അനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കണം. യു ഷാൽ അറേഞ്ച് യുവർ സെൽഫ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്. ഇതാണ് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ അടിവരയിടുന്നത്. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല. നീ ഭ്രമിച്ചു പോകരുത്, ധൈര്യമുള്ളവനായിരിക്കുക, ഉറപ്പുള്ളവനായിരിക്കുക. ബി ഫേം ആൻഡ് courageous എന്നാണ് പറയുന്നത്. നീ ഉറപ്പുള്ളവനായിരിക്കുക, ധൈര്യവുമുള്ളവനായിരിക്കുക. പക്ഷെ വ്യവസ്ഥയുണ്ട്. യു ഷുഡ് ലിവ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തിന് അനുസരണമായി നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണം. അവിടെ അക്കമിട്ട് 2, 3, 4 കാര്യങ്ങൾ പറയുകയാണ്. യോശുവയോട് പറയുകയാണ്, യഹോവ പറയുകയാണ്. ഒന്ന്, ദൈവവചനം വിട്ട്
ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ ഇടവരരുത്. You should go forward straight in accordance with the word of God. Be not deviated from the word of God. ദൈവവചനത്തിൽ നിന്ന് നീ അകന്നു പോകരുത്, മാറിപ്പോകരുത്. Go according to the word of God. Move according to the word of God. നീ അങ്ങനെ പോകണം. നിൻ്റെ ചലനവും നിൻ്റെ ഗതിയും എപ്പോഴും ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ടിരിക്കണം. രണ്ടാമത്, നിൻ്റെ വായിൽ നിന്ന് ദൈവവചനം നീങ്ങിപ്പോകരുത്. നിൻ്റെ അധരത്തിൽ എപ്പോഴും ദൈവവചനം ഉച്ചരിച്ചു കൊണ്ടിരിക്കണം. കുഞ്ഞെ, നീ എങ്ങനെ നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ദൈവവചനം നമ്മളോട് പറഞ്ഞു തരും, സംസാരിക്കും, നമ്മളെ നയിക്കും. അത് നിൻ്റെ വായിൽ നിന്ന്, ദൈവവചനം നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. വീണ്ടും ആവർത്തിക്കുകയാണ്, നീ അത് പ്രമാണിച്ച് നടന്നുകൊള്ളണം. അവിടെ നടന്നുകൊള്ളണം എന്ന വാക്കിന് ആഴമായ ഒരു അർത്ഥമുണ്ട്. അതിൻ്റെ സൂചന പ്രത്യേകമായും നിൻ്റെ നടപടി, വാക്ക് ഇൻ അക്കോർഡൻസ് വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറേഞ്ച് or conduct the whole of your personality, your words, your thoughts and your actions. നിൻ്റെ വാക്ക്, നിൻ്റെ വിചാരം, നിൻ്റെ പ്രവൃത്തി, അതെല്ലാം ദൈവവചനത്തിന് അനുസരണമായി നീ ക്രമീകരിച്ചു കൊള്ളണം എന്നാണ്. വീണ്ടും നാലാമത് പറയുന്നു, അത് നീ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഒന്ന്, ദൈവവചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകരുത്. വചനം അനുസരിച്ച് തന്നെ നീ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. രണ്ട്, അത് നിൻ്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. മൂന്ന്, ആ വചനമനുസരിച്ച് നിൻ്റെ നടപടിയെ നീ ക്രമീകരിച്ചു കൊള്ളണം. നിരന്തരം ദൈവവചനം നീ ധ്യാനിച്ചു കൊള്ളുകയും വേണം. അങ്ങനെ നിൻ്റെ ജീവിതത്തെ ദൈവത്തിനനുസരണമായി നീ ക്രമീകരിക്കുന്നുവെങ്കിൽ യഹോവ എപ്പോഴും നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഗോഡ് ബി വിത്ത് യു വേർ എവർ യു ഗോ എന്നുള്ളത് ആഴമായി നമ്മൾ ഗ്രഹിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും വേണം. ഒരു ദൈവപുരുഷൻ നമ്മളോട് പറയുകയാ, കുഞ്ഞേ, ദൈവം നിന്നോടുകൂടെ ഉണ്ട്. നീ ദൈവവചനം അനുസരിച്ച് നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നെങ്കിൽ, നിൻ്റെ സമഗ്രമായ ആളത്വത്തെ അതിനനുസരണമായി നീ എപ്പോഴും ക്രമീകരിച്ചു കൊണ്ടിരിക്കണം. നിൻ്റെ നാവിൽ, നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ നടപടിയിൽ, നിൻ്റെ ധ്യാനത്തിൽ, നിൻ്റെ വിചാരത്തിൽ സദാവി ദൈവവചനത്തിനടിസ്ഥാനം ആയി നമ്മുടെ ജീവിതം. അങ്ങനെയെങ്കിൽ ദൈവം നിന്നോടുകൂടെ. ഒരു ദൈവപുരുഷനെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ഒരു വലിയ കൃപയാണ്, ദൈവം എപ്പോഴും എന്നോടുകൂടെ ഉണ്ട്. ഏത് പ്രതിസന്ധിയിലായിരുന്നാലും, പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിലായിരുന്നാലും ദൈവസാന്നിധ്യത്തിൽ മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് ബലം തരും. കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.